നമസ്കാരം. കൂത്താട്ടുള്ള മിഷനിലേക്ക് സ്വാഗതം. തിരുമാറാടി കാക്കൂർ കൊയ്ത്തുപാടത്തിലേക്ക് വെള്ളം കയറി. കർഷകർക്ക് വൻ നാശനഷ്ടം. നാശനഷ്ടമുണ്ടായ പാടശേഖരം അഡ്വക്കേറ്റ് അനൂപ് ജേക്കബ് MLA സന്ദർശിച്ചു. മണ്ണത്തൂർ കനാൽ ഓവർഫ്ലോ ആയതോടെ കനാലിൽ നിന്നും വെള്ളം പുറത്തേക്കൊഴുകി പൂച്ചാലി തോടിലേക്കും തേക്കുമന ചെറുവഴി കാക്കൂർ ഉഴവൂർ തോട്ടിലേക്കും എത്തി. അനിയന്ത്രിതമായി പാടത്തേക്ക് വെള്ളം കയറിയത്. വെള്ളം നിയന്ത്രിക്കാൻ പറ്റാത്ത വന്നതോടെ കൊയ്ത്ത് തടസ്സപ്പെടുകയും ഏകദേശം 15 ഏക്കറിലെ കൊയ്ത്ത് നടത്തിയിരുന്ന കണ്ടത്തിൽ വെള്ളം കയറുകയും ചെയ്തു. കൊയ്ത്ത് കഴിഞ്ഞ പാടത്ത് കൂട്ടിയിട്ടിരിക്കുന്ന 100 കണക്കിന് കെട്ട് വൈക്കോലും വെള്ളത്തിലായി. ഉദ്യോഗസ്ഥരുടെ അറിവില്ലായ്മയാണ് പ്രധാനമായും വെള്ളം കണ്ടത്തിലേക്ക് കയറുവാൻ കാരണമായത് എന്ന് നാട്ടുകാർ ആരോപിച്ചു. അനിയന്ത്രിതമായി വെള്ളം എത്തിയതാണ് കാക്കൂർ പാടശേഖരത്തിന് ഇത്രയും നാശനഷ്ടമുണ്ടാക്കിയത്. ഇറിഗേഷൻ വകുപ്പിന്റെ ഭാഗത്തു നിന്നും വൻ ശ്രദ്ധക്കുറവുണ്ടായിരിക്കുന്നു. വേനൽക്കാലത്ത് വെള്ളം തുറന്നുവിടുമ്പോൾ കൃഷിവകുപ്പും ബന്ധപ്പെട്ട തദ്ദേശ സ്ഥാപനങ്ങളുമായി കൂടിയാലോചിച്ച് ആവശ്യാനുസരണമാണ് വെള്ളം വിടേണ്ടത്. എന്നാൽ ഇവിടെ സംഭവിച്ച വീഴ്ച പരിശോധിച്ച് നടപടിയെടുക്കണം. കർഷകർക്കുണ്ടായ നാശനഷ്ടങ്ങൾ പരിഹാരം കാണാനുള്ള നടപടികൾ സ്വീകരിക്കും എന്ന് അഡ്വക്കേറ്റ് അനൂപ് ജേക്കബ് MLA. ഇവിടെ കാക്കൂർ പാടശേഖരത്ത് കഴിഞ്ഞ ദിവസം കനാലിലൂടെ വെള്ളം വന്ന് അത് ഓവർഫ്ലോ ചെയ്തതുമായി ബന്ധപ്പെട്ട് ഏകദേശം 5 ഏക്കറോളം പ്രദേശത്തെ കൃഷിയെ സാരമായ നിലയിൽ ബാധിക്കുകയും കൃഷിനാശം ഉണ്ടാവുകയും ചെയ്തു. ഇതിനകത്ത് സാധാരണ ജലസേചന വകുപ്പ് കനാലിൽ കൂടെ വെള്ളം വരുമ്പോൾ അത് നിയന്ത്രിത തോതിലാണ്. ഇത്തവണ ഇവിടെ വന്നപ്പോൾ കൃഷിക്കാർ പറഞ്ഞത് അനിയന്ത്രിതമായ വെള്ളമായിരുന്നു. അങ്ങനെ വെള്ളം തോട് കവിഞ്ഞ് പാടത്തേക്ക് ഒഴുകുന്ന സാഹചര്യമാണ് ഉണ്ടായത്. ഇതിനകത്ത് ഇറിഗേഷൻ ഡിപ്പാർട്ട്മെന്റിന്റെ ഭാഗത്തൊരു ശ്രദ്ധക്കുറവ് ഉണ്ടായിട്ടുണ്ട്. പരിചയക്കുറവാണോ ശ്രദ്ധക്കുറവാണോ എന്തായാലും ആ കാര്യം ഇവിടെ സംഭവിച്ചു എന്നതാണ്. അതാണ് ഇങ്ങനെയുള്ള ഒരു 5 ഏക്കറോളം പ്രദേശത്തെ കൃഷിക്ക് നാശമുണ്ടാവാൻ ഇട വന്നിരിക്കുന്നത്. ഇപ്പം അതിൻ്റെ എത്ര നാശമുണ്ടായതിന് അസസ്മെന്റ് വേണം. ഈ വെള്ളം തുറന്നു വിടുമ്പോൾ വേനൽക്കാലത്ത് വെള്ളം അനിവാര്യമാണ്. അപ്പോൾ ജലസേചന MVP PVIP കനാലുകളിൽ വെള്ളം തുറന്നു വിടുന്നതിന് മുമ്പ് കൃഷി ഡിപ്പാർട്ട്മെന്റുമായിട്ടും ബന്ധപ്പെട്ട തദ്ദേശ സ്ഥാപനവുമായി കൂടി ആലോചിച്ചേ ചെയ്യാവൂ എന്നുള്ള നിർദ്ദേശം വളരെ കൃത്യമായി കൊടുത്തിട്ടുള്ളതാണ്. 11-ാം വാർഡ് കാക്കൂർ പാടശേഖരത്തിൻ്റെ 25ഓളം ഏക്കർ കൃഷിഭൂമി വെള്ളം കയറി നശിച്ചു പോയതായിട്ടുണ്ട്. കൊയ്തുകൊണ്ടിരുന്ന കൃഷിയിടമാണ്. വൈക്കോലെല്ലാം വെള്ളം കയറി നശിച്ചു പോയ സാഹചര്യമുണ്ട്. അതിന് കാരണമായി വരുന്നത് രാമംഗലം ഡിസ്ട്രിബ്യൂട്ട് കനാലിലൂടെ വെള്ളം അമിതമായി കയറി വന്ന് അത് കുറേ ലീക്കായും മറ്റ് ഓവർഫ്ലോ വഴിയൊക്കെയാണ്. ഓവർഫ്ലോ വഴി പൂച്ചാലിത്തോട് വഴി തെക്കുമനച്ചിറ കടന്ന് കാക്കൂർ എത്തിച്ചേരുകയും അത് വർഷകാലത്തുണ്ടാകുന്നേക്കാളും കൂടുതൽ വെള്ളം കയറി വരുന്നതാണ് കാരണമുണ്ടായത്. അതിനെല്ലാം മതിയായ കാരണം എന്ന് പറഞ്ഞാൽ കണ്ടത്തിനേക്കാളും ഉയർന്ന് തോട് കിടക്കുന്നു. തോടൊക്കെ താത്തി വിടുക, അത് മാത്രമേ ഇപ്പോൾ ഇതിൻ്റെ അത് കാര്യമായിട്ട് ചെയ്തു പോകാനുള്ളൂ.
വീടായാലും ഓഫീസായാലും നമ്മുടെ സ്വന്തമായ ഇടങ്ങൾ ഏറ്റവും മനോഹരമാവാൻ നമ്മൾ ആഗ്രഹിക്കും. ഇനി അത് സ്വപ്നം കണ്ടതിനേക്കാൾ മികച്ചതാക്കാം പൈറ്റക്കുളത്തിനൊപ്പം. പുതിയ വിശാലമായ ഷോറൂമിൽ ഒറ്റ ഫ്ലോറിൽ പൈറ്റക്കുളം ഒരുക്കുന്നു സാനിറ്ററി വെയർസിന്റെയും ബാത്റൂം ഫിറ്റിംഗ്സിന്റെയും വേൾഡ് ക്ലാസ് കളക്ഷൻ. ഇന്റർനാഷണൽ ബ്രാൻഡുകളുടെ ലേറ്റസ്റ്റ് മോഡലുകളുടെ നിരവധി ഓപ്ഷൻസിൽ നിന്ന് തിരഞ്ഞെടുക്കാം. വരൂ, നിങ്ങളുടെ സങ്കല്പങ്ങൾക്ക് കൂടുതൽ തിളക്കമേകൂ. പൈറ്റക്കുളം മാർബിൾസ്, കൂത്താട്ടുകുളം, കോതമംഗലം.